എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നാരായണീയ സാഹസ്രം 146 ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 14 ദശകത്തിലെ 8 ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വ്രതങ്ങളിൽ ഏകാദശിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു വർഷത്തിൽ 24 ഏകാദശികളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകളും അതിൻ്റെ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് കാമദ ഏകാദശി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണിത്. രണ്ടാമത് പാപമോചിനി ഏകാദശി. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഈ ദിവസം മഹാവിഷ്ണുവിന് അർഘ്യം നൽകിയിട്ട് ഷോഡശോപചാര പൂജ നടത്തുന്നത് ഉത്തമമാണ്. പിന്നെയുള്ളത് മോഹിനി ഏകാദശി. വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. വരൂധിനി ഏകാദശി. വൈശാഖമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് സുഖസൗഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഈ ദിവസം ബ്രാഹ്മണർക്ക് വിധിപ്രകാരം ദാനം നൽകുന്നതും വിശേഷമാണ്. ഈ ദിവസം വേപ്പിൻ കമ്പ് ഒടിക്കരുത് എന്നൊരു വിശ്വാസവും ഉണ്ട്. പിന്നെയുള്ളത് നിർജ്ജല ഏകാദശി. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. അന്ന് ജലപാനം പോലും കൂടാതെ വ്രതമനുഷ്ഠിച്ചാൽ ദീർഘായുസ്സും കൈവല്യപ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിന്നെയുള്ളത് അപര ഏകാദശി. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഇതിന് അചല ഏകാദശി എന്നും പേരുണ്ട്. ഈ വ്രതാനുഷ്ഠാനം മൂലം ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മോചനം സിദ്ധിക്കുന്നു. പിന്നെയുള്ളത് ശയനൈകാദശി. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ദേവശൈനി, ഹരിശൈനി എന്നൊക്കെ പേരുകളുണ്ട്. മഹാവിഷ്ണു ഒരു വർഷത്തിൽ 4 മാസം നിദ്രയിലാണ് ഒരു വിശ്വാസമുണ്ട്. ആ നിദ്ര ആരംഭിക്കുന്ന ദിവസമാണ് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിലാണ്. മഹാവിഷ്ണു നിദ്ര വിട്ടുണരുന്നത് ഈ 4 മാസക്കാലം ചാതുർമാസ്യം എന്നറിയപ്പെടുന്നു. നിദ്ര വിട്ടുണരുന്ന ഏകാദശിയാണ് ഉത്ഥാനേകാദശി. കൃഷി ഒഴിച്ചിട്ടുള്ള ശുഭകർമ്മങ്ങൾ ഇക്കാലത്ത് നടത്താൻ പാടില്ല എന്നൊരു വിശ്വാസവുമുണ്ട്. ശയനേകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് സകല അഭിലാഷങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം. പിന്നെയുള്ളത് യോഗിനി ഏകാദശി. ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഈ ദിനത്തിൽ വ്രതാനുഷ്ഠാനത്തോടൊപ്പം ദരിദ്രർക്ക് ആഹാരം നൽകുന്നത് ശ്രേയസ്കരമാണ്. പിന്നെ പുത്രദ ഏകാദശി. ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഈ ദിവസം വിധിപ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ഉത്തമ ബ്രാഹ്മണർക്ക് ഭോജനവും ദാനവും നൽകുകയും ചെയ്താൽ സന്താനഭാഗ്യമുണ്ടാകുന്നു. പിന്നെയുള്ളത് കാമിക ഏകാദശി. ശ്രാവണമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. പവിത്ര ഏകാദശി എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മഹത്യാ പാപശാന്തിക്കായി ഈ വ്രതം അനുഷ്ഠിക്കുന്നു. പിന്നെയുള്ളത് പരിവർത്തനൈകാദശി. പൗഷ്ഠപാദമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. വിഷ്ണു ഭഗവാൻ പാൽക്കടലിൽ അനന്തനാകുന്ന മെത്തയിൽ ശയിക്കുമ്പോൾ തിരിഞ്ഞു കിടക്കുന്നത് അഥവാ പരിവർത്തനം ചെയ്യുന്നത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണുപ്രീതിയും ലക്ഷ്മി പ്രീതിയും ഒരുപോലെ കൈവരിക്കാൻ ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം സഹായിക്കുന്നു. ഈ ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ 24 എണ്ണമുണ്ട്. അതിൽ കുറച്ച് ഞാനിപ്പോൾ വർണ്ണിച്ചു. ബാക്കിയുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ വർണ്ണിക്കാം. അപ്പോൾ നേരത്തെ ഏകാദശി വ്രതം നോക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഏകാദശികളും കൂടെ 24 ഏകാദശിയാണ് ഒരു വർഷം ഉള്ളത്. അപ്പോൾ അതും എല്ലാം ഈശ്വരോന്മുഖമായി തന്നെ എല്ലാവരും അനുഷ്ഠിക്കാൻ ശ്രമിക്കുക.
എല്ലാവർക്കും ആ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെയൊക്കെ അനുഗ്രഹം ഈ വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നിനിയും പാരായണത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം പുരതോ മമ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. 14-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാഃ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോപി കാന്താഹിതകൃൽ ത്വജ്ജനനോത്സുകോന്യവാസീൽ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാഃ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോപി കാന്താഹിതകൃൽ ത്വജ്ജനോത്സുകോന്യവാസീൽ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഈ ചാനലിലെ വീഡിയോസിൻ്റെയൊക്കെ ലിങ്കുകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. കപിലോപദേശ രംഗങ്ങളിലേക്ക് കപില ഭഗവാന്റെ ജനനത്തെയെല്ലാം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഒരു പുത്രൻ ജനിച്ചാൽ അച്ഛനമ്മമാരെന്ത് ചെയ്യണം? അതാണ് കർദമദേവഹൂതിമാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം. ഒരു പുത്രൻ്റെ ജനനം കഴിഞ്ഞാൽ ഒരച്ഛനമ്മയും ജനിക്കുമ്പോൾ മറക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഭൗതിക ജീവിതത്തിൽ എപ്പോഴും മറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴായാലും ശരി, നമ്മൾ ആലോചിച്ച് നോക്കൂ. 10-30 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞപ്പോഴാവും ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഈ കുട്ടികൾ ഉണ്ടാകുന്നത് വരെ വളരെ ധാർമ്മികമായി മണ്ണാറശാല, അങ്ങാടിപ്പുറം അല്ലെങ്കിൽ അതുപോലെ ഗുരുവായൂരൊക്കെ സഞ്ചരിച്ച് നടക്കും. ഈ ഭഗവത് അനുഗ്രഹത്താൽ ഒരു പുത്രനോ പുത്രിയോ ജനിച്ചാൽ അവിടെ ഭാവം മാറും. ഇനി ഇവന് വേണ്ടി, ഇവൾക്ക് വേണ്ടി ഇനി ഇങ്ങനെ അമ്പലം ചുറ്റി നടന്നാൽ ശരിയാവില്ല. നാട്ടുകാരും പറയും, തനിക്കും തോന്നും. അപ്പോൾ അവിടെ വലിയൊരു അധർമ്മബോധം ഉണ്ടാവും. അധർമ്മബോധം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ധാർമ്മികമല്ലാത്ത ബോധം, അധർമ്മബോധം. ആ അധർമ്മബോധം ഉണ്ടാവുന്നത് സ്വാർത്ഥത വരുമ്പോഴാണ്. സ്വാർത്ഥത വരുന്നത് എപ്പോഴാണ്? തനിക്ക് പുത്രനുണ്ടായത് തൻ്റേതായിട്ടാണെന്ന ചിന്ത സ്വാർത്ഥമാണ്. ആ സ്വാർത്ഥ ചിന്തയിൽ നിന്ന് അധർമ്മം ഉദിക്കും. അധർമ്മബോധം, അധാർമിക ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വൈദികമായിട്ടുള്ള അല്ലെങ്കിൽ സനാതനമായിട്ടുള്ള ധർമ്മങ്ങളിൽ വിശ്വാസക്കുറവോ സമയക്കുറവോ ഉണ്ടായിരിക്കും. പാലം കിടക്കുവോളം നാരായണ, പാലം കിടക്കുമ്പോൾ അക്ഷരം മാറും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പറയാറുണ്ട്. ഇതൊരു സ്വാഭാവികതയാണ്, ഒരാളുടെയും കുറ്റമല്ല. പിന്നെ തിരക്കായി, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തിരക്കായി, ഭാരമായി,
അവരുടെ കാര്യങ്ങൾ നോക്കണം, അതാണ് ധർമ്മം. കുട്ടികളെ ഉണ്ടായിട്ട് അവരുടെ കാര്യം നോക്കാതെ അമ്പലത്തിൽ പോയിരുന്നിട്ട് കാര്യമില്ല. ഡയലോഗുകൾ പലതും പറയാനും കേൾക്കാനും തുടങ്ങും, ചിന്തിക്കാനും തുടങ്ങും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും നമ്മൾ സ്വാർത്ഥത കൂടി വരികയാണ്. വിവാഹം ചെയ്യാത്ത ഘട്ടത്തിൽ വളരെയധികം നിസ്വാർത്ഥമായിട്ട് ജീവിച്ചിരുന്ന ആൾ വിവാഹം കഴിയുമ്പോൾ ഭാര്യ ഭർത്താവ് എന്ന സ്വാർത്ഥത, കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്നുള്ള സ്വാർത്ഥത, ഇങ്ങനെ ആ സ്വാർത്ഥമതികളായിട്ടുള്ള രീതിയിൽ ജീവിതം മാറുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അധാർമികതയാണ്. സേവ എന്നുള്ളതിൻ്റെ വ്യത്യാസം ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അധാർമികതയിലേക്ക് അധപ്പതിക്കും ഈ കുട്ടികളുണ്ടാവുക എന്നുള്ള പ്രക്രിയ കൊണ്ട്. അനുഗ്രഹമാണ്. അടുത്ത തലമുറ തന്നിൽ നിന്ന് ഉദ്ഭവിക്കുക എന്നുള്ളത് ഭഗവത് അനുഗ്രഹം കൊണ്ടേ സാധിക്കുള്ളൂ. അത് ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി കഴിയുമ്പോഴേക്കും സ്വഭാവത്തിൽ വ്യത്യാസം വരും. ഭാര്യ ഭർത്താവ് എന്ന സ്വാഭാവികമായ പദവിയിൽ നിന്ന് അമ്മ അച്ഛൻ എന്ന മഹത്തായ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനിലേക്ക് നമ്മൾ എത്തിയതായിട്ട് നമുക്ക് തോന്നും. വാസ്തവത്തിൽ നമ്മൾ മാത്രമല്ലോ ഒരു സമൂഹത്തിൽ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമുക്ക് മുമ്പും അച്ഛനമ്മമാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ചിന്ത വരും, എൻ്റെ പുത്രൻ എൻ്റെ ആൾക്കാരുടെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ. ഈ സ്വാർത്ഥത ഒരു അധാർമികതയാണ്. വളരെ ക്ലാസിക്കലായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് കർദമൻ്റെയും ദേവഹൂതിയുടെയും ജീവിതം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സ്വയംഭൂമനും ശത്രുപാദമ്പതിമാരുടെ ജീവിതവും. ഇത് ഈശ്വരാനുഗ്രഹമാണെന്നും ഈ ഈശ്വരാനുഗ്രഹം തുടർന്നുണ്ടായാലേ അടുത്ത തലമുറകൾക്കും ഈ ഭാവം, ധാർമ്മിക ഭാവം ഉണ്ടാവുകയുള്ളൂ എന്നും തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചവരാണ് അവർ. കാരണം ഇതൊരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയല്ല, പ്രപഞ്ചത്തിൻ്റെ പ്രാകൃതികമായ സ്വഭാവ വിശേഷമാണ് ഒരാൾ അച്ഛനാവുക അമ്മയാവുക എന്നുള്ളത്. അതിൽ ഈശ്വരാനുഗ്രഹം കൂടി വേണം. അപ്പോൾ അതുവരെ പ്രാർത്ഥിച്ചിരുന്ന ഈശ്വരന്മാരോട് വേണ്ട വിധത്തിൽ ശ്രദ്ധയില്ലാതെയാവും. അതിനെയാണ് സ്വാർത്ഥത എന്ന് വിളിക്കുന്നത്. സ്വാർത്ഥമായിട്ടുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അധാർമികത വരും. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കില്ല, ബാക്കി ജോലികളൊക്കെ തീർത്ത് അവനെ സ്കൂളിലാക്കും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ജപിച്ചിരുന്ന ആളുടെ ആ ഒരു സ്വഭാവം മാറി. എന്തിനാ? കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ അതിൽ സ്വാർത്ഥതയില്ല, അതിൽ അധാർമികതയില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമെങ്കിൽ വൈദിക ധർമ്മം പ്രകാരം ചിന്തിച്ചാൽ, ശാസ്ത്രപ്രമാണങ്ങളെ നമ്മൾ അനുസരിച്ചാൽ അത് അധർമ്മമാണ്. നമ്മളിൽ കവിഞ്ഞ നമുക്കൊരു ലക്ഷ്യബോധത്തിൽ കവിഞ്ഞ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്തുകൂടാ. അവ നിങ്ങൾ പറയും കുട്ടികളുണ്ടായാൽ കുട്ടികളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന്. അപ്പോൾ എനിക്കൊരു ചോദ്യം, കുട്ടികളുണ്ടായില്ലെങ്കിലോ എന്ന്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലാവും. അത് വിധിഹിതം ആണെന്ന് ബോധ്യം വന്നാൽ കുട്ടികളുണ്ടായത് പ്രമാണിച്ചിട്ടുള്ള ക്രിയകളോ കർമ്മങ്ങളോ ഇല്ലാതെയാവും. അഭിമാനം, അഹങ്കാരം, സ്വാർത്ഥത ഇതെല്ലാം അധാർമിക ബന്ധാവിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ശാരീരികമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, ആത്മീയമായിട്ടാണ്. അതാണ് ധർമ്മം, ധാർമ്മികത. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് പലപ്പോഴും ഡയലോഗ് പറയുന്നത് മുഴുവൻ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പരോക്ഷമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള നിവൃത്തികൾ നടന്നു പോകാനാണ്. മക്കളെ സ്നേഹിക്കുന്നത്, നീ വലുതായാൽ നീ എന്നെ നോക്കും, നിൻ്റെ ശമ്പളം അതുകൊണ്ട് തന്നെ സംരക്ഷിക്കും എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് ചിലപ്പോൾ മക്കളെ വളർത്തി വലുതാക്കുന്നതും. അഥവാ അവർ നമ്മൾ പറയണത് അനുസരിച്ചില്ലെങ്കിൽ അവരോട് ദേഷ്യം വരണതും. അവിടെ അധാർമികത വന്നു. പക്ഷേ നല്ലൊരു അച്ഛൻ അമ്മ അടുത്ത തലമുറയുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ ഇഷ്ടമല്ല ഹിതം, അവർക്ക് വേണ്ടത് എന്തോ അത് കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനാബോധത്തോടെ ജീവിക്കുമ്പോൾ അത് ധർമ്മമായി. അത് നിസ്വാർത്ഥതയാണ്. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വളരണമെന്നോ അല്ലെങ്കിൽ തനിക്കൊരു ഉപകാരമായിട്ട് അവർ മാറിത്തീരണമെന്നോ ചിന്തിക്കാതെ അവരെ വളർത്തിയെടുക്കുമ്പോൾ അത് ധാർമ്മികതയാണ്. കർദമദേവഹൂതിമാരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കത് സ്പഷ്ടമാവും.
സ്വാർത്ഥത, നിസ്വാർത്ഥത എന്നുള്ളതിൻ്റെ വേർതിരിവ് തന്നെ നമുക്ക് പലപ്പോഴും ഇല്ലാതെയായി തീർന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാർത്ഥത ശരീരത്തിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വാർത്ഥത എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരു കഷ്ണം ഇഡ്ഡലി കഴിക്കുമ്പോൾ അത് പൊട്ടിച്ച് മറ്റൊരാൾക്ക് കൊടുത്താൽ നിസ്വാർത്ഥതയായി എന്നാണ് വിചാരം. ഭൗതികമായിട്ട് ശരി, വൈദികമായിട്ട് അതത്ര, ശാസ്ത്രീയമായിട്ട് അതൊന്നും നിസ്വാർത്ഥതയായിട്ട് കണക്കാക്കില്ല. കാരണം 2 കൊല്ലം കഴിയുമ്പോൾ വേറെ ഇഡ്ഡലി അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണണ്ടാൽ അപ്പം ചിന്തിക്കും, ചിലപ്പോൾ പറയുകയും ചെയ്യും, നിനക്ക് 2 കൊല്ലം മുമ്പേ ഞാനൊരു ഇഡ്ഡലിയുടെ കഷ്ണം തന്നതല്ലടാ, നിനക്ക് വല്ല നന്ദിയുണ്ടോ? അപ്പോൾ ആ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ ഇഡ്ഡലിയുടെ കഷ്ണം കൊടുത്തത് 2 കൊല്ലം മുമ്പേ. ഇവനൊരു ഇഡ്ഡലി കിട്ടുമ്പോൾ ആ ഇഡ്ഡലിയുടെ ഒരു അവകാശം തനിക്കുമുണ്ട് എന്ന ബോധ്യത്തിലായിരുന്നു, വിചാരത്തിലായിരുന്നു. അപ്പോൾ അവിടെ സ്വാർത്ഥതയാണോ നിസ്വാർത്ഥതയാണോ? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, തികഞ്ഞ സ്വാർത്ഥതയാണെന്ന്. അപ്പോൾ സ്വാർത്ഥമായ ചിന്തകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികമായി ഉള്ള പരിവേഷം കൊണ്ട്, ആധ്യാത്മികമായിട്ടുള്ള ചിന്ത കൊണ്ട് സ്വാർത്ഥതയില്ലാതെയാക്കണം. ഒരാൾ വിവാഹിതനാവാനോ മറ്റോ എടുക്കുന്ന ധർമ്മബോധം അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് വിവാഹ ജീവിതത്തിലും വേണം, അച്ഛനമ്മമാരെന്നുള്ള രീതിയിലും വേണം. അവിടെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പരോക്ഷമായിട്ടാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് നേരിട്ട് ഉപദേശിക്കുന്നത് പരോക്ഷമായിട്ടാണ്. അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ബോധമുണ്ടെങ്കിൽ അത് ധാർമ്മികതയായി. കാരണം ഒരു വ്യക്തി ഉപദേശിക്കപ്പെടുന്നതോ ഉപദേശിക്കുന്നതോ ഒന്നും നമ്മുടെ കയ്യിലല്ല. കർമ്മവാസന എന്നൊരു വലിയൊരു സാധനമുണ്ട്, ഒരു ഘടകമുണ്ട് അതിൻ്റെ പുറകിൽ. ഈ കർമ്മവാസനയ്ക്കനുസരിച്ച് ഒരാളുടെ മകനോ മകളോ ആകുന്നുള്ളൂ, അയാൾ വിചാരിച്ച വഴിയിലൂടെ അവൾ ജീവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നുള്ളൂ. കർമ്മവാസനയാണ്. എന്നാൽ എന്ന് വെച്ച് കർമ്മവാസന എന്ന് പറഞ്ഞ് കൈ കെട്ടിയിരിക്കണോ എന്ന് ചോദ്യം വേണ്ട. അതിന് ഭഗവാന് അർപ്പിച്ച് ജീവിക്കുക. അർപ്പണബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ, ഭഗവതർപ്പണബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ ധാർമ്മികത നമുക്ക് നിലനിർത്താൻ സാധിക്കും. നിങ്ങൾ ഉപദേശിച്ച് നേരം കളയാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ നേരം പോവുകയും ചെയ്യും, അയാളോട്ട് നന്നാവൂല. അപ്പോൾ എന്താ ഈ നന്നാവണേൻ്റെ കാഴ്ചപ്പാട്? അടുത്ത ധാർമ്മികത. ഞാൻ വിചാരിച്ച രീതിയിൽ അവൻ ജീവിക്കൽ തന്നെയാണോ അവൻ്റെ നന്മ? അത് ചിന്തിക്കണം ആദ്യം. ഞാൻ വിചാരിച്ച രീതിയിൽ അവൻ ജീവിച്ചാൽ അവൻ നല്ലവനായി, അല്ലെങ്കിൽ അവന് നന്നാവും എന്ന് ചിന്തിക്കുന്നത് വളരെ മൂഢമായിട്ടുള്ള, അവിടെ സ്വാർത്ഥമായിട്ടുള്ള ചിന്തയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല അവൻ്റെ നന്മ. ഒരു പക്ഷെ അതിനേക്കാൾ മഹത്തായിട്ടുള്ള രീതിയിൽ അവൻ ജീവിക്കും. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് അധാർമികത, നിസ്വാർത്ഥത വന്നാലാണ് ധാർമ്മികത വരണത്. നിസ്വാർത്ഥത എപ്പോൾ വരും? നിനക്ക് ഏതാണോ നന്മ വരുന്നത് അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും എന്ന് പറയുന്നിടത്താണ് നിസ്വാർത്ഥത വരണത്. കടുത്തമ്മൻ്റെയും ദേവഹൂതിയുടെയും ജീവിതത്തിൽ ആ ഒരു മഹത്തായ ഭാവം കാണാൻ സാധിക്കും. നിനക്കേതാണോ നന്മ വരുന്നത്, അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്ന നന്മ നിനക്കല്ല. നിനക്കേതാണോ ഇഷ്ടം എന്നുള്ളതല്ല അവിടെ വിഷയം. നിനക്ക് ഗുണമായതെന്തോ അത് ഞാൻ നിനക്ക് നൽകാനായി പ്രയത്നിക്കും. അത് അത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയല്ല. പക്ഷേ നിനക്കിഷ്ടപ്പെട്ടത് കൊടുക്കുക എന്നോ എനിക്കിഷ്ടപ്പെട്ട പോലെ നിന്നെ വളർത്തുക എന്നുള്ളത് തീർത്തും അധാർമികമാണ്. പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈവാഹിക ജീവിതത്തിൽ കുട്ടികളുണ്ടാകുന്നത് വരെ വലിയ ധാർമ്മികമായിട്ട് ജീവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ആളുകൾ. ഒരു അടുത്ത തലമുറയുടെ അംശം നമ്മളിൽ വന്ന് പിളർക്കുമ്പോഴേക്കും നമ്മളുടെ ഭാവം ഒക്കെ മാറും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നിസ്വാർത്ഥരായിട്ടാണെന്ന്. അത് സ്വാർത്ഥതയാണ്. ഏത് നിസ്വാർത്ഥരായിട്ട്? ഇവനെ എങ്ങനെ വളർത്തണം, ഇവൻ എങ്ങനെയാവണം, ഇവനെ ഏത് രീതിയിൽ പോകണം എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന, ടെൻഷൻ അടിക്കുന്ന നമ്മളുടെ ആ സ്വഭാവം ധാർമ്മികമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷെ അത് ധാർമ്മികമല്ല, അത് സ്വാർത്ഥതയാണ്. കാരണം അവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്. അയാളുടെ നന്മയോ അയാളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഉയർച്ചയോ അല്ല അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള ആളായ കാരണം അഡ്രസ്സ് എന്താ, സൺ ഓഫ് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് എന്നല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യത, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കും ഇല്ലേ എന്നൊരു തോന്നൽ വരുന്നിടത്ത് അധാർമികത വരും. ഈശ്വരദത്തമാണ് ഇതെല്ലാം എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ അധാർമികത നിർത്താൻ സാധിക്കുന്നില്ല? അത് കർമ്മവാസന തന്നെയാണ്. അതും
ഇപ്പോൾ പുതിയൊരു ജീവാത്മാവുമായിട്ടുള്ള സംഘത്തിൽ അവിടെ കർമ്മവാസന മാറുന്നു. അതാണ് സംഭവിക്കുന്നത്. ആ സംഘം കൊണ്ട് മാറാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. വൈദിക ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് തൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത് നിസ്വാർത്ഥമാണ് ആ സ്വഭാവം. വൈദിക ധർമ്മത്തിൽ ഊന്നി ജീവിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം സ്വാഭാവികമായി നിസ്വാർത്ഥമാണ്, നൈസർഗികമായി. അവർക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഇവനോ ഇവളോ അവരുടെ നന്മ ഏതോ ആ വഴിയിലൂടെ വളർന്നു വരാനുള്ള സാഹചര്യം അവർക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥന കൊടുത്താൽ മതി. നാട്ടുകാർ പറയും ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾ, അമ്പലത്തിൽ പോയിരിക്കുന്ന ആളാണ്, പ്രാർത്ഥന ഉത്തരവാദിത്വം ഉണ്ടായിട്ട് എന്താണ്ടായത്? ജാതകം നോക്കാതെ കല്യാണം കഴിച്ചു, ഡൈവോഴ്സായി. അപ്പം തിരിച്ചു ചോദിച്ചു, ജാതകം നോക്കി കല്യാണം കഴിച്ചു, ഡൈവോഴ്സായില്ലെന്ന്. കർമ്മവാസനയാണ് രണ്ടും. ഇത് തിരിച്ചറിയണമെങ്കിൽ വൈദികമായിട്ടുള്ള ജീവിതപന്ഥാവിലൂടെ ജീവിച്ച് ശീലം വരണം, ധാർമ്മികമായ ജീവിതപന്ഥാവിലൂടെ ജീവിച്ച് ശീലം വരണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള പാപം ഇല്ലാതെ ഉള്ളൂ. ഇല്ലെങ്കിൽ പാപമായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുത്രന്മാരെ അവനവൻ്റെ ഇഷ്ടത്തിന് വളർത്തുന്നത് വൈദികമായിട്ട് പാപമാണ്, ദുഷ്പ്രവൃത്തിയാണ്. കാരണം തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല അവർ വളരേണ്ടത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യജ്ഞാധ്യയന പുത്രൈസ്താന്യനിസ്തീര്യത്യജൻ പതേൽ എന്ന്. യജ്ഞം, അധ്യയനം, പിന്നെ സൽസന്താനം. ഈ 3 മാർഗങ്ങളിലൂടെ 3 കടങ്ങൾ തീർക്കണം. ഏതൊക്കെ 3 കടങ്ങൾ? ഋഷിമാർ, പിതൃക്കൾ, ദേവന്മാർ. ഇതിൽ പിതൃക്കളുടെ കടമാണ് സന്താനം വഴി തീർക്കേണ്ടത്. സന്താനം എന്ന് വെച്ചാലോ സൽസന്താനം. സൽസന്താനം എന്നുള്ളത് സൽസന്താനമായിട്ടുണ്ടാവുന്നതല്ല, സന്താനത്തെ സത്തായിട്ട് മാറ്റുമ്പോഴാണ് സൽസന്താനം ആവുന്നത്. ഈ സൽസന്താനത്തിൻ്റെ അച്ഛനമ്മമാരായി ജീവിച്ചാൽ നിങ്ങളുടെ പിതൃക്കളോടുള്ള ഋണം, കടം, ബാധ്യത അത് നിറവേറ്റപ്പെടും. അതിനെന്താ മാർഗം? അതിന് മാർഗം ആ ജീവാത്മാവിന് യോജിച്ച രീതിയിൽ ആ ജീവാത്മാവിനെ വളർത്തിക്കൊണ്ടുവരിക. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്ന സംവിധായകൻ മാത്രമായി വർത്തിക്കുക അച്ഛൻ. തൻ്റെ ആഗ്രഹങ്ങൾക്കോ തൻ്റെ ലക്ഷ്യങ്ങൾക്കോ ലവലേശം അവിടെ തൻ്റെ മക്കളുടെ ലക്ഷ്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ബന്ധമുള്ളതായിട്ട് കണക്കാക്കരുത്. അത് സ്വാർത്ഥതയോ. അപ്പം യജ്ഞം, അധ്യയനം, പുത്രൻ. സൽസന്താനമാവുന്നത് എപ്പോഴാണ്? അയാളുടെ വഴിയിലൂടെ ജീവിക്കുമ്പോൾ. തോന്നിയ വഴിയല്ല, നന്മയുടെ വഴി. അയാൾക്ക് നന്മയുണ്ടാവുന്നത്. അയാൾക്ക് എപ്പോഴാണ് നന്മയുണ്ടാവുന്നത്? സമൂഹത്തിന് അയാൾ നന്മ ചെയ്യുമ്പോൾ അയാൾക്ക് നന്മയുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ശിക്ഷണത്തിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരിക, അത് തെറ്റല്ല. താൻ ആഗ്രഹിച്ച രീതിയിൽ അവർ വളരാൻ വേണ്ടി ശിക്ഷിക്കരുത്. അവർക്ക് ഹിതമായ രീതിയിൽ അവർ വളർന്നു വന്ന് വലിയ മഹാത്മാക്കളായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷ എന്നുള്ളത് അതിനർത്ഥം അവിടെ കെട്ടിയിട്ട് അടിക്കാന്നോ അല്ലെങ്കിൽ അടിക്കുക എന്നുള്ളതൊന്നുമല്ല, ശാസിക്കുക എന്നുള്ളത് പോലുമല്ല. ശിക്ഷ എന്നുള്ളതിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ വിദ്യാഭ്യാസം എന്നാണ്, പഠനം എന്നാണ് ശിക്ഷ എന്നുള്ളതിൻ്റെ അർത്ഥം. ശിക്ഷ എന്ന് വെച്ചാൽ പഠനമാണ്, അവരെ പഠിപ്പിക്കുക ആ കാര്യങ്ങൾ. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ധാരാളമൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണത്. നമ്മുടെ സീനിയേഴ്സ് നമ്മളെ മടിയിലിരുത്തി കഥ പറഞ്ഞും മറ്റും നമ്മളെ അനുനയിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശീലിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ. കാരണം അവിടെ സ്വാഭാവികമായിട്ട് സ്വാർത്ഥത ഇങ്ങനെ കൊഴിഞ്ഞു പോവും, അല്ലെങ്കിൽ ഉരുകിപ്പോവും. അവിടെ എപ്പോഴും ഉദ്ദേശം നിൻ്റെ നന്മ, നീ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയായിട്ട് ഉയരണം. അതിനുവേണ്ടി അങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യബോധത്തിലെത്തി പന്ഥാവിലൂടെ സഞ്ചരിക്കുന്നു, സൽപന്ഥാവിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ബോധ്യം വന്നാൽ പിടിവിടണം. പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ വളർത്തണം. ചിറക് മുളച്ച് പറക്കാറായി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഇതുപോലെ അവന് വകതിരിവ് വന്നു, അവൻ്റെ പന്ഥാവ്, അവൻ്റെ ജീവിതശൈലി അവൻ തീരുമാനിച്ചു എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിവിടണം. പിന്നെ ഇങ്ങനെ ഹാങ് ഓൺ ചെയ്യരുത്, അവൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ഓൺ ചെയ്യരുത്. അവനെ അല്ലെങ്കിൽ അവളെ അവരുടെ വഴിക്ക് വിടണം. കാരണം ഇനി അതൊരു ബന്ധമായിട്ട് ഭവിക്കാൻ പാടില്ല നമുക്ക്. യുവർ ഡ്യൂട്ടി, യുവർ ജോബ് ഈസ് ഓൺലി ടു ഗിവ് സംതിങ്.
നോട്ട് ടു ഫോളോ. കൊടുക്കാനേ നമുക്ക് ഡ്യൂട്ടിയുള്ളൂ, കടമയുള്ളൂ. അവരത് എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കേണ്ട ചുമതല നമുക്കില്ല. ഭക്ഷണം കൊടുക്കുന്നു ഒരാൾക്ക്, അയാൾ എങ്ങനെ കഴിക്കുന്നു എന്ന് നോക്കാറുണ്ടോ നമ്മളാരെങ്കിലും? ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി, കടമ. അത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അയാളുടെ രീതിയിലല്ലേ ആ ഭക്ഷണം കഴിക്കുക. അത് നമ്മൾ വിമർശിക്കാറുണ്ടോ? വിമർശിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിസ്വാർത്ഥത എന്നുള്ളത് സ്വാർത്ഥതയുടെ ഓപ്പോസിറ്റാണെന്ന് ജസ്റ്റ് തെറ്റിദ്ധരിക്കരുത്. വലിയൊരു തലമാണ് അത്. വൈദിക ധർമ്മത്തിലെ നിസ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന അവസ്ഥയിലേക്ക് ഉയരുന്ന ഒരു വലിയ ചിന്താഗതിയാണ്. അവിടെയാണ് നിസ്വാർത്ഥത വേണ്ടത്. സ്വാർത്ഥത അല്ലാത്ത അവസ്ഥയല്ല നിസ്വാർത്ഥത. നിസ്വാർത്ഥത എന്നുള്ളത് സ്വന്തമായി അർത്ഥിക്കുക എന്നുള്ളതാണ് നിസ്വാർത്ഥത. വാസ്തവത്തിൽ നിസ്വത്തെ അർത്ഥിക്കുക. നിസ്വം എന്ന് വെച്ചാലോ നിസ്വനായി എന്ന് പറയാം, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. ആ നിസ്വത്തെ അർത്ഥിക്കലാണ് നിസ്വാർത്ഥത. ആ നിസ്വാവസ്ഥ എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന, ഡിറ്റാച്ചഡായിട്ട്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്ന ഭാവത്തിൽ ത്യജിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് നിസ്വാർത്ഥത. നിസ്വത്തെ അർത്ഥിക്കണം. ഇനി തനിക്കൊന്നും നേടാനില്ല, ഇതെല്ലാം ഉപേക്ഷിക്കാറായി എന്ന ബോധ്യത്തോടെ ജീവിക്കുന്ന അവസ്ഥയാണ് നിസ്വാർത്ഥത എന്ന് പറയാം. ആ നിസ്വത്തെ നമ്മൾ സ്വയം ശീലിച്ച് തന്നെ കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞതുപോലെ കുറെ കാലം പറഞ്ഞ് കേൾപ്പിച്ച് പഠിപ്പിച്ച് അനുനയിപ്പിച്ച് അവരെ വിടണം ആ വഴിക്ക്. അത് കഴിഞ്ഞാൽ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കണം. പിന്നെ ഇനി ഇതും പിടിച്ചുകൊണ്ട് ഇവൻ്റെ പിന്നാലെ നടക്കാൻ ഞാനില്ല എന്ന് തീരുമാനിക്കാറാവണം. നിസ്വാർത്ഥത. ആ നിസ്വാർത്ഥതയായിരിക്കണം സ്വാർത്ഥത. 10, 12, 15 വയസ്സ് വരെ അവനെ സ്നേഹിക്കുന്ന സ്വാർത്ഥത, തൻ്റെ ഒരു നിസ്വാർത്ഥത ഉണ്ട് അതിൽ. നിസ്വത്തെ അർത്ഥിക്കുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കണം താനീ കാണിക്കുന്ന സ്വാർത്ഥത എന്നർത്ഥം. ആ നിസ്വാർത്ഥത്തെ, ആ ത്യാഗബുദ്ധിയെ അർത്ഥിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ ത്യാഗബുദ്ധി ശീലിച്ചു വരണം തുടക്കത്തിൽ തന്നെ. അപ്പോൾ സ്വാർത്ഥത എന്നുള്ളത് നിസ്വാർത്ഥതയിലേക്കുള്ളൊരു വഴിയായിട്ട് മാറുമ്പോൾ നിസ്വത്തെ, ആ ത്യാഗത്തെ, ഉപേക്ഷയെ സ്വന്തമാക്കാൻ സാധിക്കും. ഉപേക്ഷയെയാണ് സ്വന്തമാക്കേണ്ടത്, ബാക്കിയൊന്നും സ്വന്തമാക്കരുത്. ഉപേക്ഷിക്കുക എന്നതിനെ സ്വന്തമാക്കുക. ഉപേക്ഷിക്കുക എന്നുള്ള സ്വഭാവത്തെ സ്വന്തമാക്കുക. നിസ്വ അർത്ഥത. ആ നിസ്വാർത്ഥത ആണ് വാസ്തവത്തിൽ തപശ്ചര്യകളൊക്കെ ആയിട്ട് നമ്മുടെ പഴയ ഋഷീശ്വരന്മാരാരെങ്കിലും വിവാഹം ചെയ്യാത്തവരാണോ? ആരും ബ്രഹ്മചാരികളൊന്നുമല്ല. ഭൂരിഭാഗം ഋഷീശ്വരന്മാർ ഗൃഹസ്ഥന്മാരാണ്. അവരാരും കല്യാണം കഴിക്കാതെ ജീവിച്ചവരല്ല. അപ്പോൾ ഋഷീശ്വരന്മാർ ആ വഴിയിലൂടെ ജീവിച്ച് നടന്ന് കാണിച്ചു തന്ന ആൾക്കാരാണ്. സ്വാർത്ഥതയിലൂടെ നിസ്വത്തെ അർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ എത്തുമ്പോൾ ആ നിസ്വത്തെ കൈവരിക്കാൻ, ത്യാഗത്തെ കൈവരിക്കാൻ, ത്യാഗബുദ്ധിയെ കൈവരിക്കാൻ, ഉപേക്ഷയെ കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നിസ്വാർത്ഥത. അപ്പം സ്വ അർത്ഥത എന്തിനായിരിക്കണം? നിസ്വത്തിന് വേണ്ടിയിട്ടുള്ള അർത്ഥനയായിരിക്കണം. കർദമ പ്രജാപതി അങ്ങനെ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ഭഗവാനോട് അദ്ദേഹം പറഞ്ഞത് നമ്മളെപ്പോഴും എല്ലാ ദിവസവും ഓർക്കാറുണ്ട്. സമാനശീലാം ഗൃഹമേധധേനും എന്നാണ്. എനിക്ക് എൻ്റെ തുല്യയായ രീതിയിൽ ഗൃഹമേധ കർമ്മങ്ങളെ, ഗാർഹിക കർമ്മങ്ങളെ നിർവഹിക്കാൻ തക്കവണ്ണം എനിക്ക് സമാനമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആവശ്യമാണ്. ധേനു എന്ന് വെച്ചാൽ പശു എന്നർത്ഥം. പശുവിനെ പോലെ ഉചിതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരു ആഗ്രഹിച്ചതെല്ലാം തരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് എനിക്ക് വേണം. എൻ്റെ ഗൃഹമേധീയ കർമ്മങ്ങൾക്ക് ധേനുവായിട്ട് വർത്തിക്കണം അവൾ. ആ കർദമദേവഹൂതിമാരുടെ വിവാഹം കഴിഞ്ഞു. നമ്മൾ കേട്ടു, അവരുടെ മധുവിധു എല്ലാം നമ്മൾ കേട്ടു. പിന്നീട് ശതവരുഷമഥവ്യതീത്യസോയം അഥ അയം സഹ ശതവരുഷം വ്യതീത്യ. ശതവരുഷം എന്ന് വെച്ചാൽ നൂറുകണക്കിന് കൊല്ലം, അനേക കൊല്ലം, അനേക വർഷം ഇത്തരത്തിൽ ജീവിച്ചു. എത്തരത്തിൽ? ഇന്നലെ പറഞ്ഞ പോലെ
ദേവഹൂതിയുമായിട്ട് അനവധി കാലം വിഹരിച്ച് ജീവിച്ചു. 100 കൊല്ലത്തോളം എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നു. ശതവരുഷമഥവ്യതീത്യസോയം. ആ ഈ അല്ലെങ്കിൽ ഈ അദ്ദേഹം എന്ന് പറയാണ്. സഹ അയം. ഈ അദ്ദേഹം, ഏതദ്ദേഹം? ആരാണോ ദേവഹൂതിയുമായി സമാനതകളില്ലാത്ത സുഖ സൗകര്യങ്ങളെ അനുഭവിച്ചത്, അദ്ദേഹം 100 വർഷക്കാലം അത്തരത്തിൽ ജീവിച്ചു. നവകന്യാ സമവാപ്യ ധന്യരൂപാഹ. നവകന്യാഹ ഇന്നലെ പറഞ്ഞു. നവകന്യ എന്ന് വെച്ചാൽ 9 കന്യകമാർ എന്നുള്ള അർത്ഥത്തിലും പുതിയ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലും പെൺകുട്ടികൾ 9 പേര് സമവാപ്യ വേണ്ട വിധത്തിൽ പ്രാപിച്ച് നേടി 9 കുട്ടികളെ നേടി. ആ 9 കുട്ടികളുടെ പ്രത്യേകത എന്താ? ധന്യരൂപാഹ. ധന്യകളായിരുന്നു എല്ലാവരും, സുന്ദരിമാരായിരുന്നു എന്നർത്ഥം. സുന്ദരിമാരായ 9 കന്യകളെ സ്വീകരിച്ചു. നവകന്യാസ് സമവാപ്യ ധന്യരൂപാഹ. കന്യാസ് ധന്യരൂപാഹ എന്നുള്ളതൊക്കെ പ്രാസത്തിൽപ്പെട്ടതാണ്. ധന്യം എന്ന് വെച്ചാൽ ധനത്തിന് യോഗ്യമായത്. ധനത്തിന് യോഗ്യമായത് ധനം എന്ന് വെച്ചാൽ സമ്പത്ത്. സമ്പത്ത് എന്ന് വെച്ചാൽ ഐശ്വര്യം. ധന്യരൂപാഹ ഐശ്വര്യവതികളായ 9 കുട്ടികളെ ലഭിച്ചു അദ്ദേഹത്തിന്. വനയാന സമുദ്യതോപി. ഇപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തി. ഏത്? സ്വാർത്ഥതയിൽ നിന്ന് നിസ്വത്തെ അർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. വനയാന സമുദ്യത എന്നുവെച്ചാൽ കാട്ടിൽ പോകാനായിട്ട് തയ്യാറായി അദ്ദേഹം. അപ്പം എന്തിനാ ഈ കാട്ടിൽ പോകുന്നത്? വീട്ടിൽ തന്നെ ആ രീതിയിൽ ജീവിച്ചാൽ പോരെ. അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ട്രിങ്സ് ഉണ്ടാവില്ല. പക്ഷെ വീട് എപ്പോഴും രാജസ സ്വഭാവമുള്ളതാണ്. വീടെന്ന വാസസ്ഥാനം രാജസ സ്വഭാവത്തിൽ സ്വാർത്ഥത വളരെയധികം ഉണ്ടാവും. അരി, പച്ചക്കറി, മുറ്റമടിക്കണം, വൃത്തിയാക്കണം, വസ്ത്രം കഴുകണം, ഭക്ഷണം പാകം ചെയ്യും, ഇതെല്ലാം രാജസ സ്വഭാവമാണ്. പിന്നീട് അതിൽ നിന്ന് കരകയറാൻ എളുപ്പമല്ല. പണ്ടുകാലത്ത് മഹർഷിമാർ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥം ചെയ്യണത് കാരണം ഇതാണ്. വനത്തിലൂടെ പ്രസ്ഥാപനം ചെയ്യുന്നതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയാം. വന അന്തരീക്ഷത്തിൽ ജീവിക്കുക. വനം സാത്വിക വാസസ്ഥാനമാണ്. സാത്വികമായിട്ടുള്ള വാസസ്ഥാനമാണ് വനം. കാരണം പരസ്പര ബന്ധമില്ല അവിടെ. ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ പണ്ടുള്ള മഹർഷിമാർ സെലക്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളാണല്ലോ വനങ്ങൾ. ഇപ്പോൾ വനത്തിനോട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രസ്ഥം ജീവിതമാണ്. അതായത് അത് ആശ്രമത്തിലാവാം. ഏകാഗ്രമായി നിങ്ങൾക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് എവിടെയാണോ ശാന്തമായി ജീവിക്കാൻ സാധിക്കുന്നത് അതാണ് വാനപ്രസ്ഥം. അപ്പോൾ വനയാന സമുദ്യത എന്നുള്ളതിന് വാനപ്രസ്ഥ സമുദ്യത എന്നുള്ള അർത്ഥം. വനയാനം എന്ന് വെച്ചാൽ വനത്തിലേക്ക് യാത്രയാവുക എന്നുള്ള അവസ്ഥ. അതായത് വാനമായിട്ടുള്ള വാനപ്രസ്ഥം എന്നുള്ള അവസ്ഥ. വനത്തിനോട് സംബന്ധിച്ച ദിക്കിലേക്ക് പ്രസ്ഥാനം ചെയ്യുന്ന അവസ്ഥയാണ് വാനപ്രസ്ഥം. വനയാന സമുദ്യതോപി. അതിന് തയ്യാറായി അദ്ദേഹം. മനസ്സുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആടയാഭരണങ്ങളൊക്കെ മാറ്റിവെച്ച് പാരഫേണലിയ കംപ്ലീറ്റ് മാറ്റിവെച്ച് തനി താപസനായിട്ടുള്ള രീതിയിലേക്ക് വീണ്ടും മാറാനുള്ള തയ്യാറെടുപ്പായിരുന്നു അദ്ദേഹം. ഇത് കണ്ടു ദേവഹൂതി. ഭാഗവത്തിൽ പറയും, രാദ്ധംബ തദ്വിജ വൃഷൈ തദമോഘയോഗമായാധിപേ ത്വയി വിഭോ തദവൈമി ഭർത്ത യസ്തേഭ്യധായി സമയ സകൃദംഗസംഗോ ഭൂയാൽ ഗരീയസി ഗുണപ്രസവ സധീനാം എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട് ദേവഹൂതി കർദമനോട്. അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. ഈ പെൺകുട്ടികളും ഞാനും മാത്രമായിട്ട് ഞങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷകനായിട്ടുള്ള ഒരു ആൺപ്രജയെ കൂടി തരണേ എന്ന് പറയുന്നത് ഭാഗവത്തിൽ കേൾക്കാം. വനയാന സമുദ്യതോപി. ഇദ്ദേഹം തയ്യാറെടുത്തു എന്ന് മനസ്സിലായി ദേവഹൂതിക്ക്. നല്ലൊരു ഭാര്യയുടെ പ്രത്യേകത എന്താണ്? ഇതുവരെ താൻ ജീവിച്ച ശൈലി എന്താണ്? അദ്ദേഹത്തിനെ തടയാതെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിനെ മാഹാത്മ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളായിരുന്നു താൻ. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? കാന്താഹിതകൃൽ, കാന്തയുടെ ഹിതത്തിനെ ചെയ്യുന്നവനായി, കാന്തയുടെ ഇഷ്ടം മനസ്സിലാക്കുന്നവനായി, ചെയ്യുന്നവനായി എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നവനായി.
സംഗതി വാനപ്രസ്ഥചര്യകൾക്ക് തയ്യാറായി മരവുരിയെടുത്ത് ധരിച്ച് കമണ്ടലും എടുത്ത് ഇതാ നദിക്കരയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ദേവഹൂതി കാൽക്കൽ വീണ് നമസ്കരിച്ചത്. കാന്താഹിതകറിൽ കാന്തയുടെ ഹിതത്തെ മനസ്സിലാക്കി ത്വജ്ജനനോത്സുകോന്യവാൽസീൽ എന്ന് മാത്രമല്ല, ഗുരുവായൂരപ്പ ത്വജ്ജനനോത്സുകനായി അദ്ദേഹം അവിടുത്തെ ജനനത്തിന് ഔത്സുക്യമുള്ള ആളായി, അവിടുത്തെ അവതാരം ഒന്ന് കാണാനുള്ള ആഗ്രഹമുള്ളവനായിട്ട് മാറി. അപ്പോൾ വാനപ്രസ്ഥം തൽക്കാലം നീട്ടിവെച്ചു. ശക്തിയുണ്ട് അദ്ദേഹത്തിന്, ശക്തി ക്ഷയിച്ചതല്ല. പക്ഷേ ഭഗവാൻ തന്നെ നേരിട്ട് ഒരു ഭാഗ്യം തനിക്ക് തന്നിരിക്കുന്നു. 9 പുത്രിമാർക്ക് ശേഷം 10ാമനായി ഞാൻ അവതരിച്ചോളാം എന്ന് ഭഗവാൻ അനുവദിക്കുമ്പോൾ, അത് ഭഗവാന്റെ അഭിലാഷമായിട്ട് മാറുമ്പോൾ, താൻ ആ അഭിലാഷത്തെ, ഭഗവാനെ തന്നെ പുത്രനായിട്ട് കിട്ടുക എന്നുള്ള അവകാശത്തെ, ധന്യതയെ താൻ തട്ടിക്കളയാൻ പാടില്ല എന്ന് കർദമന് മനസ്സിലായി. ത്വജ്ജനനോത്സുകോന്യവാൽസീൽ, അവിടുത്തെ ജനനം കാണാനുള്ള ഔത്സുക്യത്തോടെ ഗൃഹത്തിൽ തന്നെ താമസിച്ചു. ന്യവാൽസീൽ, നിവസിച്ചു. ഗൃഹത്തിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞുകൂടി. അപ്പോൾ നോക്കൂ, കർദമൻ്റെ പോലെയെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം അതാണ്. മാനസികമായിട്ട് അദ്ദേഹം എത്രയോ മുകളിലെത്തിയിരിക്കുന്നു. പിന്നെ ചില എന്താ പറയുക, കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയാറില്ലേ, കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെയാവുക വേണ്ടത്. പക്ഷേ ചില കമ്മിറ്റ്മെൻറ്റ്സ് ഏറ്റെടുത്താലേ എപ്പോഴുമുള്ള കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മാത്രമല്ല, ഒരു കൗതുകം, തൻ്റെ മുമ്പിൽ ശംഖചക്ര ഗദാധാരിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ, ഗരുഡൻ്റെ പുറത്ത് എത്തിച്ചേർന്ന ഭഗവാൻ തനിക്ക് പുത്രനായിട്ട് വരുന്നത് കാണാനുള്ള ഒരു ഔത്സുക്യം കൊണ്ട് ഗൃഹത്തിൽ തന്നെ സന്യാസിയായി ജീവിച്ചു. അതാണ് ഗൃഹത്തിലും സാധിക്കുമെന്ന് പറയാൻ കാരണം. എല്ലാവർക്കും ഒന്നും സാധിക്കില്ല, വെറുതെ ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവരെ ഇറങ്ങിപ്പോകുക തന്നെ വേണം. ഇറങ്ങിപ്പോയാലേ തനിക്ക് സ്വസ്ഥതയുള്ളൂ, ശാന്തിയുള്ളൂ, ഏകാഗ്രതയുള്ളൂ എങ്കിൽ ബെറ്റർ യു ജസ്റ്റ് ഗെറ്റ് ഔട്ട്. അത് പുറത്തേക്ക് ഇങ്ങോട്ട് വരിക നല്ലത്. കാരണം ഇല്ലെങ്കിൽ മൂക്കുമായും പൊത്തിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയുടെ വെളിയുണ്ടാവും, ലിസ്റ്റ് തന്നിട്ട് ചിലപ്പോൾ കടയിൽ പോയി വരാൻ പറയും. അപ്പോൾ ഭാര്യയോട് പറയാൻ പറ്റില്ല, ഞാൻ സന്യാസിയാണ്, എന്നോട് പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ബാഗല്ല, ചിലപ്പോൾ പിന്നെ വേറെ വല്ല ആയുധമാവും ഭാര്യയുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ നടിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള പക്വത, അതിനുള്ള ജ്ഞാനം, അതിനുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കർദമനെ പോലെ ആവാൻ സാധിക്കും. കർദമൻ അവിടുന്ന് ഇറങ്ങിത്തിരിക്കാൻ 1000 വർഷം മധുവിധു ആഘോഷിച്ച് ജീവിച്ച അദ്ദേഹത്തിന് വളരെ അനായാസേന മരപുരിയും കമണ്ടലും എടുക്കാൻ സാധിച്ചു വെച്ചാൽ പിന്നെ വാനപ്രസ്ഥനായിട്ട് വീട്ടിൽ തന്നെ ജീവിക്കാനാണോ ബുദ്ധിമുട്ട്? അദ്ദേഹത്തിനെ പോലുള്ളവർക്ക് വിഷയമില്ല. സംഘപരിത്യാഗം എന്നുള്ളത് സംഘത്തിൽ നിന്ന് തന്നെ പരിത്യജിക്കണം. സംഘമുണ്ടായല്ലേ പരിത്യാഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സംഘപരിത്യാഗത്തിന് വേണ്ടി എന്തു ചെയ്തു? സംഘത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. ന്യവാൽസീൽ, നിവസിച്ചു അവിടെ തന്നെ. അപ്പം സംഘത്തിൻ്റെ ശക്തി വർദ്ധിക്കും തോറും, ആ സംഘത്തെ ജയിക്കാൻ സാധിക്കും തോറുമാണ് സംഘജയത്തിൻ്റെ മാഹാത്മ്യം വർദ്ധിക്കുന്നത്. ആരുമില്ലാത്തവന് തിരിച്ചു പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കൂടുതൽ ബന്ധുക്കൾ, സ്നേഹിതന്മാർ, സ്നേഹിക്കുന്നവരുണ്ട് എന്ന അവസ്ഥയിൽ നിന്ന് വേണം തിരിക്കാൻ. ആ ത്യാഗത്തിനാണ് മാറ്റുകൂടുക. അപ്പോൾ ആ സർവസംഘപരിത്യാഗം എന്നുള്ളത് സംഘം ചെയ്തുകൊണ്ട് ത്യജിക്കേണ്ടായത് കർദമൻ. കാരണം എന്താ? ത്വജ്ജനനോത്സുക. ഈ കാന്താഹിതകർ എന്നുള്ളതിന് പല അർത്ഥങ്ങൾ വ്യാഖ്യാത. അല്ലെങ്കിൽ ആ 25-4ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, അനസൂയ, അരുന്ധതി, കല, ശാന്തി എന്നിങ്ങനെ തുടങ്ങിയ 9 പുത്രിമാരെ 9 ബ്രഹ്മപുത്രന്മാർക്കായിട്ട് വിവാഹം ചെയ്തു. നമുക്കറിയാം, അരുന്ധതി ദേവി വസിഷ്ഠൻ്റെ ഭാര്യയാണ്. പിന്നെ ഗതി പുലഹൻ്റെ ഭാര്യയാണ്. ഇങ്ങനെ ഓരോരോ കുട്ടികളെ ഓരോരോ ബ്രഹ്മപുത്രന്മാർക്കായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. ശാന്തിയെ അഥർവാവിന് വിവാഹം ചെയ്തു കൊടുത്തു.
ഇങ്ങനെ ആ വിവാഹങ്ങളൊക്കെ നടത്തിയത് കാന്താഹിതകൃൽ, തൻ്റെ പത്നിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് ഓരോരുത്തരെയും അവരുടെ നിലവാരത്തിനനുസരിച്ച വിവാഹം ചെയ്തയച്ചു കർദമൻ. പിന്നീട് അരണി കടഞ്ഞാൽ അഗ്നി എന്നതുപോലെ അവിടുന്നും ജനിച്ചില്ലേ ഗുരുവായൂരപ്പ, ത്വജ്ജനനോത്സുക. അതിനാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. ശതപരുഷമഥവ്യതീത്യസോയം, 100 വർഷക്കാലം ഇത്തരത്തിൽ ചിലവഴിച്ചിട്ട് അദ്ദേഹം നവകന്യാസമവാപ്യധന്യരൂപ, സുന്ദരി കുട്ടികളായ 9 പെൺകുട്ടികളെ കൂടി അദ്ദേഹത്തിന് ലഭിച്ചു ദേവഹൂതിയിൽ നിന്ന്. വനയാന സമുദ്യതോപി കാന്ത, വാനപ്രസ്ഥം ചെയ്യാനായി തയ്യാറെടുത്തുവെങ്കിലും കാന്താഹിതകൃൽ ത്വജ്ജനനോത്സുകോന്യവാത്സിയിൽ, ഭാര്യയുടെ ഇഷ്ടപ്രകാരം അവിടുത്തെ ജനനം കാണാനുള്ള ഉത്സുക്യത്തിൽ താമസിച്ചു. നമസ്കാരം. ജയ ശ്രീകൃഷ്ണ.